അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11 തിങ്കളാഴ്ച. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ ജനങ്ങൾക്കിടയിൽ അമർഷം. ഇത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജനങ്ങൾക്ക് നേരെ ഹൈക്കമാൻഡ് പല്ലെളിച്ച് കാട്ടുകയാണെന്നുമാണ് പൊതുവിൽ സംസാരം. അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ പോര് അടങ്ങിയ ശേഷം പ്രഖ്യാപനം മതിയെന്നാണ് ഹൈക്കമാൻഡ് ധാരണ. അച്ചടക്ക ലംഘനം നടക്കുന്നുണ്ടോ എന്നറിയാൻ സൂക്ഷ്മ നിരീക്ഷണം തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്രയൊക്കെയായിട്ടും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് കേരളത്തിലെ നേതാക്കളും അനുയായികളും. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ KC വേണുഗോപാൽ മുന്നിലെന്ന് സൂചനകൾ. ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ KC വേണുഗോപാലിനാണ് നിലവിൽ മുൻതൂക്കമുള്ളത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനുള്ള നടപടികൾ ഹൈക്കമാൻഡ് വേഗത്തിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ ഇതുവരെ സോണിയാഗാന്ധി ഇടപെട്ടിട്ടില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയില്ല. MLA-മാരുടെ സംഖ്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളോട് ഇതുവരെയും AICC പ്രതികരിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രചാരണം മാത്രമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് UDF BJP ഡീൽ നടന്നെന്ന ഗണേഷ് കുമാറിന്റെ ആരോപണം തള്ളി ജ്യോതികുമാർ ചാമക്കാല. തോറ്റതോടെ ഗണേഷ് കുമാറിന്റെ സമനില തെറ്റിയെന്ന് അദ്ദേഹം പരിഹസിച്ചു. 10 വർഷം കൊണ്ട് 8% വോട്ടിന്റെ കുറവാണ് LDF-നുണ്ടായത്. 18,000 വോട്ടിന്റെ വർധന UDF-ന് ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിന് അനുകൂലമായി ഫ്ലെക്സ് വെച്ച് CCTV-യിൽ കുടുങ്ങിയ CPM നേതാവ് മുഹമ്മദ് അരവശ്ശേരി പുതിയ വിശദീകരണവുമായി രംഗത്തെത്തി. KCയോടുള്ള ഇഷ്ടം കൊണ്ട് വെച്ചതെന്നാണ് പുതിയ വിശദീകരണം. തൊട്ടടുത്ത കടയിലെ CCTV കേടായി കിടക്കുകയാണെന്ന് കരുതിയാണ് ഫ്ലെക്സ് വയ്ക്കാൻ മുതിർന്നതെന്നായിരുന്നു നേരത്തെ മുഹമ്മദ് വാട്സപ്പ് ഗ്രൂപ്പിൽ വിശദീകരിച്ചത്. KC വേണുഗോപാൽ അനുകൂല ഫ്ലെക്സ് വെച്ച CPM നേതാവ് മുഹമ്മദിനെ തള്ളി CPM. ഇത് തെറ്റായ നടപടിയാണെന്നും അംഗീകരിക്കില്ലെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പാർട്ടി നയത്തിന് വിരുദ്ധമാണെന്നും സംഭവത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും നാട്ടിക ഏരിയ കമ്മിറ്റിയോട് തുടർ നടപടി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. മുഖ്യമന്ത്രി തർക്കത്തിൽ ഇനി കേരളത്തിൽ ഫ്ലക്സും പരസ്യ പ്രതിഷേധവും പാടില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളി കൊല്ലത്ത് VD സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. പുനലൂർ KSRTC ജംഗ്ഷനിലാണ് ബോർഡ് വെച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ബോർഡ് സ്ഥാപിച്ചതെന്നാണ് സൂചന. ആരാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതെന്നതിൽ വ്യക്തതയില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദമുന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP രംഗത്തെത്തി. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന നേതാവായ തനിക്ക് അധ്യക്ഷ സ്ഥാനത്തിന് അർഹതയുണ്ടെന്നും എന്നാൽ പലതവണ മാറ്റി നിർത്തപ്പെട്ടതായും കൊടിക്കുന്നിൽ സുരേഷ് ഖാർഗെയെ അറിയിച്ചു. തന്റെ സീനിയോരിറ്റി പരിഗണിക്കണമെന്നും അർഹമായ പദവി നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ലക്ഷദ്വീപിലെ ആന്ത്രോത്തിലേക്ക് ബേപ്പൂരിൽ നിന്ന് അതിവേഗ കപ്പൽ സർവീസ് തുടങ്ങുന്നു. മൺസൂൺ കഴിഞ്ഞ് ഓഗസ്റ്റ് 15-ന് ശേഷം സർവീസ് തുടങ്ങാനാണ് തീരുമാനം. തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന് പകരക്കാരനാകാൻ MV ഗോവിന്ദന് സാധിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രഖ്യാപനം UDF സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്നും
ബസ് ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പറഞ്ഞു. CPM-ലും തലവേദനയായി ഫ്ലക്സ്. തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ മണ്ഡലത്തിൽ ഫ്ലക്സ് ഉയർന്നു. ഇവിടെ വ്യക്തികളല്ല വേണ്ടത്, പാർട്ടിയാണെന്നും പണാധിപത്യം തുലയട്ടെ എന്നുമാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാമോഹന്റെ ചിത്രവും ഫ്ലക്സിലുണ്ട്. മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കളോട് ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് PC വിഷ്ണുനാഥ്. പ്രഖ്യാപനത്തിനു വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് മുൻപ് പറഞ്ഞത് ആഗ്രഹം കൊണ്ടാണെന്നും അങ്ങനെയൊരു ആഗ്രഹം താൻ പ്രകടിപ്പിച്ചതിനെ കുറ്റം പറയാൻ പറ്റുമോ എന്നും PC വിഷ്ണുനാഥ് ചോദിച്ചു. ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിൽ 30ഓളം വീടുകൾ കൂടി ഇന്ന് സാങ്കേതികമായി കൈമാറും. നിലവിൽ 83 വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ വീടുകളിൽ ദുരന്തബാധിതർ ഇനിയും താമസം തുടങ്ങിയിട്ടില്ല. ഈ മാസം അവസാനം തന്നെ 178 വീടുകളും പൂർത്തിയാക്കുമെന്നാണ് ഊരാളുങ്കലിന്റെ പുതിയ പ്രഖ്യാപനം. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവരുടെ പാചകവാതക സബ്സിഡി ഉടൻ പിൻവലിച്ചേക്കും. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് ഇതു സംബന്ധിച്ച സന്ദേശം അയച്ചു തുടങ്ങി. ആദായ നികുതി വിവരങ്ങൾ പരിശോധിക്കുന്നതിന് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം എങ്ങുമെത്താതായതോടെ വടകര അഴിയൂർ വെങ്ങളം റീച്ചിലെ ഉപകരാർ എടുത്ത നിർമ്മാണ കമ്പനിയായ വാഗാഡ് കമ്പനിയെ മാറ്റി. നിർമ്മാണ കരാർ എടുത്ത അദാനി എന്റർപ്രൈസസ് ആണ് വാഗാഡിനെ മാറ്റിയത്. കെല്ലർ ഗ്രൂപ്പും ഗൾഫാർ ഗ്രൂപ്പുമാണ് പുതിയ ഉപകരാർ എടുത്തത്. ചാലക്കുടി പഴയ പാലം അടച്ചതിനെ തുടർന്ന് ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി യാത്രക്കാർ. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ് ശനിയാഴ്ച അടച്ചത്. ബെയറിംഗ് മാറ്റുന്നതിനായാണ് പാലം അടച്ചത്. അറ്റകുറ്റപ്പണിക്ക് 20 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാൽ അധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയും മുൻ മുഖ്യമന്ത്രി K. കരുണാകരനും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം വെളിപ്പെടുത്തി മുതിർന്ന നേതാവ് KV തോമസിന്റെ പുസ്തകം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന് സീറ്റ് നൽകാൻ സോണിയാഗാന്ധി താൽപര്യമെടുക്കാതിരുന്നതാണ് ഈ ഭിന്നതയ്ക്ക് പ്രധാന കാരണമെന്നാണ് തോമസ് തന്റെ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയത്. KV തോമസിന്റെ പുസ്തകത്തിൽ കരുണാകരനെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതികരണവുമായി BJP നേതാവ് പത്മജ വേണുഗോപാൽ. തോമസിന്റെ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ തെറ്റാണെന്നും ചാലക്കുടിയിൽ തന്നെ നിർത്താൻ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. K. മുരളീധരനെ KPCC അധ്യക്ഷനാക്കുന്നതിൽ സോണിയാഗാന്ധിക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന വാദവും തെറ്റാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. വിജയ് നയിക്കുന്ന TVK മന്ത്രിസഭയിൽ ചേരാൻ VCKയ്ക്ക് ക്ഷണം ലഭിച്ചതായി പാർട്ടി നേതാവ് തോൽ തിരുമാവളവൻ സ്ഥിരീകരിച്ചു. മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള മുൻ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും പാർട്ടി ഉന്നതാധികാര സമിതി ഉടൻ അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തമിഴ്നാട് നിയമസഭാംഗമായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്നുള്ള 99 പേർ ആദ്യമായാണ് നിയമസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഉദയാനിധി സ്റ്റാലിനും സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണാൻ മുഖ്യമന്ത്രി വിജയ്. സഭ കഴിഞ്ഞാൽ സ്റ്റാലിനെ കാണാനായി വിജയ് വീട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം. സ്റ്റാലിന്റെ വീട്ടിലേക്ക് വരാനാകുമോ എന്ന് വിജയ് തിരക്കിയതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. സമ്മതം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വിജയുടെ സന്ദർശനം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം.
Amrutweni Dandruff Quit, the ultimate dandruff solution. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PAയുടെ കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റിൽ. ചന്ദ്രനാഥ് റഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഉത്തർപ്രദേശിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. CID STF സംയുക്ത സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചന്ദ്രനാഥ് റാഥിനെ മധ്യം ഗ്രാമിൽ വെച്ച് മെയ് 6-നാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മെയ് 3-ന് നടന്ന നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേട് പരാതിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ പോലീസ് അന്വേഷണം കേരളത്തിലേക്ക്. കേരളത്തിൽ MBBSന് പഠിക്കുന്ന രാജസ്ഥാനിലെ ചുരു സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘം കേരളത്തിലേക്ക് എത്തുന്നത്. പശ്ചിമബംഗാളിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ കലാപം. സുവേന്ദു അധികാരിയെ പുകഴ്ത്തി പാർട്ടി വക്താവ് രംഗത്തെത്തിയതോടെ വക്താവിനെ പുറത്താക്കി. ഐപാക്കിനെ പോലുള്ള പുറത്തുനിന്നുള്ള ഏജൻസിയെ എല്ലാം ഏൽപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം അഭിഷേക് ബാനർജിക്കാണെന്നും തന്നെ പുറത്താക്കിയത് താൻ നെപ്പോ കിഡ് അല്ലാത്തതുകൊണ്ടാണെന്നും യുവനേതാവ് റിജു ദത്ത പ്രതികരിച്ചു. അഴിമതി നിറഞ്ഞ സർക്കാരിന് കിട്ടിയ അർഹിക്കുന്ന ജനവിധിയാണിതെന്ന് മുൻമന്ത്രി മനോജ് തിവാരിയും കുറ്റപ്പെടുത്തി. രാജ്യത്തെ ഹൈവേകളിലെ യാത്രാരീതി തന്നെ മാറ്റിക്കുറിക്കുന്ന പുതിയ ടോൾ പിരിവ് സംവിധാനം വരുന്നു. ടോൾ നൽകാനായി വാഹനങ്ങൾ പ്ലാസകളിൽ കാത്തു നിൽക്കേണ്ടതില്ലാത്ത മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വയം നിയന്ത്രണ നിർദ്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾ ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ ബോധവൽക്കരണത്തിന് കൂടുതൽ നടപടികൾ വരുമെന്നാണ് റിപ്പോർട്ട്. BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും നിർദ്ദേശങ്ങൾ ഏറ്റെടുക്കും. ഭാഗിക ലോക്ക്ഡൌൺ ഒന്നും തൽക്കാലം പരിഗണനയിൽ ഇല്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നും വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭരണപരാജയത്തിന്റെ തെളിവുകളാണെന്നും 12 വർഷത്തെ ഭരണം കൊണ്ട് എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എവിടെ പോകണം എന്നൊക്കെ ജനങ്ങളോട് പറയേണ്ട ഗതികേടിലേക്ക് അദ്ദേഹം രാജ്യത്തെ എത്തിച്ചിരിക്കുന്നുവെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ഓരോ തവണയും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സർക്കാർ അത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ TVK പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കുമെന്ന് മന്ത്രി കീർത്തന സമ്പത്ത്. തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പിന്തുണ TVKയ്ക്കാണ് ലഭിച്ചത്. ശിവകാശിയിലെ പടക്കശാലകളിൽ 70% വരെ അപകടങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും കീർത്തന പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങളിൽ രൂക്ഷമായ പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടും ഒരു നേതാവിനെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ കാര്യത്തിൽ 2.5 വർഷത്തെ അധികാര പങ്കിടലോ അല്ലെങ്കിൽ 5 വർഷത്തിനിടെ 5 മുഖ്യമന്ത്രിമാർ എന്ന ഫോർമുലയോ കോൺഗ്രസ് പരീക്ഷിക്കട്ടെ എന്നും അദ്ദേഹം പരിഹസിച്ചു. ഉത്തർകാശി, തെഹ്രി, ഗർവാൾ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചാർധാം യാത്രയ്ക്ക് പോകുന്ന തീർത്ഥാടകർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കാലാവസ്ഥ മെച്ചപ്പെട്ട ശേഷം യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമെന്നും നിർദ്ദേശമുണ്ട്. ലാൻഡിങ്ങിനിടെ ടയറിന് തീപിടിച്ച് പിന്നാലെ യാത്രക്കാർ എമർജൻസി വാതിലുകളിലൂടെ പുറത്തേക്ക്. തിങ്കളാഴ്ച നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം ഉണ്ടായത്. വിമാനത്തിലുണ്ടായിരുന്ന 278 യാത്രക്കാരും 11 ജീവനക്കാരും സുരക്ഷിതമായി പുറത്തിറങ്ങിയതായും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും വിമാനത്താവള അധികൃതർ വിശദമാക്കി. ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക്. ഈ മാസം 14-15 തീയതികളിലാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. വ്യാപാര തീരുവകൾ, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയെ ചൊല്ലി ചൈന അമേരിക്ക ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. ദീർഘകാല സംഘർഷത്തിന് തയ്യാറെടുക്കുകയാണെന്ന സൂചനകൾ ഇറാൻ നൽകിയതോടെ പശ്ചിമേഷ്യയിലെ സാഹചര്യം അതീവ സങ്കീർണമായി തുടരുന്നു. ശത്രുവിന് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ശക്തിപൂർവ്വം സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കെതിരെ വീണ്ടും ഭീഷണിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ.
പാകിസ്ഥാനെതിരെ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിന് മുതിർന്നാൽ ശത്രുക്കൾക്ക് അതിന്റെ പ്രത്യാഘാതം വളരെ വലുതും അപകടകരവും ദൂരവ്യാപകവും വേദനാജനകവും ആയിരിക്കുമെന്നാണ് മുനീറിന്റെ മുന്നറിയിപ്പ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.